പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം അറിയിച്ച് വെസ്റ്റ് വെങ്ങോലയിൽ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. മരോട്ടിച്ചുവട് സെൻട്രൽ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിന്റെയും താജുൽ ഹുദ മദ്രസയുടെയും നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ. ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തി വന്നിരുന്ന ക്രൂരമായ വംശഹത്യയെക്കുറിച്ചും ഫലസ്തീൻ ജനതയുടെ ത്യാഗത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും സഹനത്തിന്റെയും പൊലിഞ്ഞുപോയ ജീവന്റെയും ബാക്കിയുള്ളവരുടെ ജീവിതം തിരിച്ചുപിടിക്കുന്നതിന്റെയും ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ടാണ് വെസ്റ്റ് വെങ്ങോല മരോട്ടിച്ചുവട് സെൻട്രൽ മുഹയുദ്ദീൻ ജുമാ മസ്ജിദിന്റെയും താജുൽ ഹുദ മദ്രസയുടെയും നേതൃത്വത്തിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനം സംഘടിപ്പിച്ചത്. പിറന്ന നാട്ടിൽ ജീവിക്കാൻ ഈമാൻ കൊണ്ട് പടപൊരുതുന്ന ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം. മുഹയുദ്ദീൻ ജുമാ മസ്ജിദ് പ്രസിഡന്റ് എ മുഹമ്മദ്, സെക്രട്ടറി MC അലിയാർ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ഐക്യദാർഢ്യ റാലിയിൽ മദ്രസ വിദ്യാർത്ഥികളും പൊതുജനങ്ങളും അടക്കം നിരവധി പേർ പങ്കെടുത്തു. ഇവിടെ കൂടിയിരിക്കുന്ന മദ്രസ വിദ്യാർത്ഥിനികൾ, നാട്ടുകാർ, ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ മരോട്ടിച്ചുവട് സെൻട്രൽ മുഹയുദ്ദീൻ ജുമാ മസ്ജിദിൻ്റെയും താജുൽ ഹുദ മദ്രസയുടെയും ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി ഇവിടെ നിന്നും ആരംഭിക്കുവാൻ പോകുകയാണ്. അതിന് ഫലസ്തീൻ ജനതയ്ക്ക് എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ റാലി ഇവിടുന്ന് ആരംഭിക്കുവാൻ പോവുകയാണ്. വെസ്റ്റ് വെങ്ങോല മരോട്ടിച്ചുവട് സെൻട്രൽ മുഹയുദ്ദീൻ ജുമാ മസ്ജിദിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ ഉടനീളം യുദ്ധത്തിന്റെ ഭീകരതയും ഇതുമൂലമുണ്ടാകുന്ന മനുഷ്യക്കുരുതിയും തുറന്നു കാട്ടുന്ന പോസ്റ്ററുകളും ഒരുക്കിയിരുന്നു. മരോട്ടിച്ചുവട് ജംഗ്ഷനിൽ നടന്ന പൊതുസമ്മേളനം സെൻട്രൽ മുഹയുദ്ദീൻ ജുമാ മസ്ജിദ് ഖത്തീബ് ഷഫീഖ് ഫൈസി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്താനുണ്ടായ സാഹചര്യം ഫലസ്തീനിൽ പിടഞ്ഞു വീണ കുരുന്നു ജീവനുകൾ, വിധവകളായ സഹോദരിമാർ, ഉറ്റവരും ഉടയവരും ജീവിതത്തിൽ സമ്പാദിച്ചു വെച്ചതെല്ലാം നഷ്ടപ്പെട്ട് ഇനി അങ്ങോട്ട് എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായമായ അവസ്ഥയിൽ നിൽക്കുന്ന സഹോദരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക മാത്രവുമല്ല, ഇന്ത്യ രാജ്യത്തെ ഒരു പൗരന്മാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൂർവികർ നമുക്കും നൂറുകണക്കിന് ആളുകൾ ജീവൻ നൽകിയാണ് ഈ ഒരു മഹത്തായ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്നത്. അതുകൊണ്ട് തന്നെ ജന്മനാട്ടിൽ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം എന്നുള്ളത് അത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് എന്നും ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലക്കും പ്രത്യേകിച്ച് ഒരു മുസ്ലിം എന്നുള്ള നിലക്കും ഇത്തരത്തിലുള്ള അനീതികളും ഇത്തരത്തിലുള്ള കൊള്ളരുതായ്മകളും കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് ബാധ്യതയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മർദ്ദിതരായ പീഡിതരായ ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മരോട്ടിച്ചുവട് സെൻട്രൽ ജമാഅത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. വെങ്ങോല ഹൈദ്രോസ് ജമാഅത്ത് പ്രസിഡന്റ് NB ഹമീദ്, VK അൻവർ, വെങ്ങോല ഗ്രാമപഞ്ചായത്ത് മെമ്പർ KE കുഞ്ഞു മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. മുഹയുദ്ദീൻ ജുമാ മസ്ജിദ് ഇമാമുമാരായ റഹീം ദാരിമി, ബദർ ഫാളിലി, AK ഷൗക്കത്ത്, അലി അഷ്കർ, AK സലാം, AM ബാവ, AK ഷിഹാബ് MY, MI അലിയാർ, ഷിഹാബ് MM, സലീം AA, റഫീഖ് MK, AK ഷാനവാസ് എന്നിവർ നേതൃത്വം നൽകി. ഇന്ന് നടത്തപ്പെടുന്ന പാലസ്തീൻ ഐക്യദാർഢ്യ റാലി ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. പാലസ്തീനിൽ മരണപ്പെട്ട ഏകദേശം 1 വയസ്സിൽ താഴെയുള്ള 1000 ചില്ലാനം കൊച്ചുകുട്ടികളും 20,000-ഓളം 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളും, മൊത്തം കണക്കനുസരിച്ച് 70,000 ആണ് മൊത്തം മരണസംഖ്യ. പക്ഷെ അതൊന്നുമല്ല, ലക്ഷക്കണക്കിന് ആളുകൾ ബിൽഡിങ്ങിൻ്റെ പൊളിഞ്ഞു വീണ കെട്ടിടങ്ങളുടെ അടിയിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ആ ജനതയ്ക്ക് വേണ്ടിയുള്ള, ആ ജനതയുടെ പോരാട്ടത്തിന് വേണ്ടിയുള്ള ഒരു ഐക്യദാർഢ്യ റാലിയാണ്. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.